വർഷം 1878. ഇംഗ്ലണ്ടിൽ ഒരു ഫുട്ബോൾ റെവല്യൂഷൻ ഉണ്ടാവുന്ന സമയം. ഓരോ ഏരിയയിലെ ട്രേഡ് യൂണിയൻസും അസോസിയേഷൻസും പിന്നെ വർക്കേഴ്സും അവരുടെ സ്വന്തമായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്സ് ഉണ്ടാക്കി തുടങ്ങി. ഷെഫീൽഡ് ഫുട്ബോൾ ക്ലബ്, കാംബ്രിഡ്ജ് ഫുട്ബോൾ ക്ലബ്, നോട്ട്സ് കൗണ്ടി. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ വടക്കേ ഭാഗത്തുള്ള ന്യൂട്ടൺ എന്ന ഏരിയയിലെ റെയിൽവേ വർക്കേഴ്സും അവർക്കും സ്വന്തമായിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബ് വേണമെന്ന് ഡിസൈഡ് ചെയ്തു. ആൻഡ് 1878 അവരെ ഉണ്ടാക്കിയ ആ ഫുട്ബോൾ ക്ലബിന്റെ പേരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിന്റെ ഫുൾ ഹിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് കുറെ ഭാഗങ്ങളുണ്ട്. ബർത്ത്, അത് കഴിഞ്ഞ് റൈസ്, ട്രാജഡി, കംബാക്ക്, ഫെയിലിയർ, ഗ്ലോറി, ആൻഡ് ഇപ്പോ വേൾഡ് ഫുട്ബോളില് സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന് അറിയാത്ത കൺഫ്യൂഷനും. ഇതാണ് ദ ഇന്റയർ ഹിസ്റ്ററി ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്. ആൻഡ് ഇത് വാച്ച് ചെയ്യേണ്ടപ്പം സബ്സ്ക്രൈബ്. ഇപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലണ്ടിലെ മാത്രമല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ക്ലബ്സിലെ ഒന്നാണ്. 20 ലീഗ് ടൈറ്റിൽസ്, 13 FA കപ്പ്, 6 ലീഗ് കപ്പ്, 3 ചാമ്പ്യൻസ് ലീഗ്, പിന്നെ യൂറോപ്പ ലീഗ്, കപ്പ് വിന്നേഴ്സ് കപ്പ് ആൻഡ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. പക്ഷെ ഇതൊക്കെ നമുക്ക് 0 ആക്കി വെച്ചിട്ട് നേരെ 1878 പോവാം. 1878 ഫോം ചെയ്ത ന്യൂട്ടൺ ഹീറ്റ് വേറെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ടീംസ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് 2 വർഷം കഴിഞ്ഞപ്പോ ന്യൂട്ടൺ ഹീറ്റ് അവരുടെ ഏറ്റവും ഫസ്റ്റ് കോമ്പറ്റീറ്റീവ് മാച്ച് കളിച്ചു വേഴ്സസ് ബോൾട്ടൺ വാണ്ടറേഴ്സ്. ക്ലബ്ബ് ഫോം ചെയ്ത് 14 വർഷം കഴിഞ്ഞപ്പോ ന്യൂട്ടൺ ഹീറ്റിന് ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ വരെ എത്താൻ പറ്റി. 1900s സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോ ന്യൂട്ടൺ ഹീറ്റിന് ഭയങ്കര ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ ഒരു വഴിയും ഇല്ലാണ്ടായപ്പോ ആ സമയത്തുള്ള ക്ലബിന്റെ ക്യാപ്റ്റൻ ഹാരി സ്ട്രാഫോർഡ് ആ ഏരിയയിലെ ഓരോരോ ബിസിനസ്മെനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ഹാരി സ്ട്രാഫോർഡിന്റെ ഈ എഫേർട്ട് കാരണം 4 ബിസിനസ് ഓണേഴ്സ് ക്ലബിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് കാരണം ക്ലബിന്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞു. ആൻഡ് ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലോ ക്ലബിനെ ഫുള്ളായിട്ട് റീബ്രാൻഡ് ചെയ്തു. 1902 24 ഏപ്രിൽ ഈ ക്ലബിന്റെ ന്യൂട്ടൺ ഹീറ്റ് എന്നുള്ള പേര് മാറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാക്കി. ഏണസ്റ്റ് മാഗ്നലിനെയാണ് ഈ ക്ലബിന്റെ മാനേജറായിട്ട് ഇവർ അപ്പോയിന്റ് ചെയ്തത്. ഏണസ്റ്റ് മാഗ്നലിന്റെ അടിയിൽ 1908 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഏറ്റവും ഫസ്റ്റ് ലീഗ് ടൈറ്റിൽ ജയിച്ചു. ആൻഡ് ഇത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ 2ാമത്തെ ലീഗ് ടൈറ്റിലും ജയിച്ചു. ആദ്യത്തെ 10 വർഷത്തെ ഈ സക്സസ് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലുതായിട്ടൊന്നും അച്ചീവ് ചെയ്തില്ല. ഈ ടൈം ഫ്രെയിമില് യുണൈറ്റഡിന്റെ ട്രോഫീസിനെക്കാളും കൂടുതൽ റെലഗേഷൻസ് ആയിരുന്നു. അങ്ങനെ 1945 വേൾഡ് വാർ 2 കഴിഞ്ഞ് ഫുട്ബോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പുതിയ മാനേജറിനെ അപ്പോയിന്റ് ചെയ്തു, മാറ്റ് ബസ്ബി. 1952 മാറ്റ് ബസ്ബി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് തന്റെ ഏറ്റവും ഫസ്റ്റ് ലീഗ് ടൈറ്റിൽ ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും 1956 57 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ആയി. 1958 ഫെബ്രുവരി 6 സെർബിയൻ ചാമ്പ്യൻസ് ആയ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ച് സെർബിയന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്യുമായിരുന്നു. ഇവർ ട്രാവൽ ചെയ്ത പ്ലെയിൻ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സ്റ്റോപ്പ് ചെയ്തു ഫ്യൂവൽ റീഫിൽ ചെയ്യാനായിട്ട്. മ്യൂണിക്കിലെ അപ്പോഴത്തെ വെതർ കണ്ടീഷനും റൺവേയിലെ മഞ്ഞൊക്കെ കാരണം 2 പ്രാവശ്യം ടേക്ക് ഓഫ് ക്യാൻസൽ ചെയ്തു. പക്ഷെ ടൈം ഷെഡ്യൂൾ ഡിലേ ആവുന്ന കണ്ടപ്പോ ആ പ്ലെയിന്റെ ക്യാപ്റ്റനും പൈലറ്റ്സും ഒന്നും കൂടെ ടേക്ക് ഓഫിന് ട്രൈ ചെയ്തു. ആൻഡ് അപ്പോഴാണ് ട്രാജഡി സംഭവിച്ചത്. റൺവേയിൽ ഉണ്ടായിരുന്ന മഞ്ഞ് കാരണം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പ്ലെയിന്റെ കൺട്രോൾ തെറ്റി റൺവേന്ന് മാറി ആ പ്ലെയിൻ ക്രാഷ് ചെയ്തു. ഈ ക്രാഷ് കാരണം പ്ലെയിനിൽ ഉണ്ടായിരുന്ന 44 പേരില് 23 പേര് മരിച്ചു. മാനേജറായ മാറ്റ് ബസ്ബി ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലിലായതുകൊണ്ട് അസിസ്റ്റന്റ് മാനേജറായ ജിമ്മി മർഫിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബാക്കിയുള്ള സീസൺ മാനേജ് ചെയ്തത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് മാറ്റ് ബസ്ബിക്ക് ആകെ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെയും യൂറോപ്യൻ ഫുട്ബോളിന്റെയും നമ്പർ 1 ക്ലബ് ആക്കുമെന്ന്. ഞാൻ ഈ പ്ലെയിൻ ക്രാഷില് ഹോസ്പിറ്റലൈസ്ഡ് ആയത് മാറ്റ് ബസ്ബി മാത്രമായിരുന്നില്ല, വേറെ 20 വയസ്സായ ഒരു യങ്സ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ആ യങ്സ്റ്റർ ആയിരുന്നു ബോബി ചാൾട്ടൺ. ആൻഡ് ഈ ബോബി ചാൾട്ടനെ വെച്ചാണ് മാറ്റ് ബസ്ബി പിന്നെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. 1962 മാറ്റ് ബസ്ബി സ്ട്രൈക്കറായ ഡെന്നിസ് ലോയിനെ സൈൻ ചെയ്തു. 1963 വിംഗറായ ജോർജ് ബെസ്റ്റിനെ. ഇവര് 3 പേരുടെ കെമിസ്ട്രിയും പെർഫോമൻസും എങ്ങനെയായിരിക്കും എന്നായിരുന്നു മെയിൻ ക്വസ്റ്റ്യൻ. ഓൾഡ് ട്രാഫോർഡിന്റെ പുറത്ത് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്യു ഉണ്ടാവും. ആ സ്റ്റാച്യൂവിലുള്ള 3 പ്ലെയേഴ്സ് ബോബി ചാൾട്ടനും ഡെന്നിസ് ലോയും ജോർജ് ബെസ്റ്റുമാണ്. മാറ്റ് ബസ്ബി ഈ ടീമിനെ വെച്ച് 1963 FA കപ്പ് ജയിച്ചു. 1965 67 ലീഗ് ടൈറ്റിൽ ജയിച്ചു. ആൻഡ് 1968 ചാമ്പ്യൻസ് ലീഗും. അങ്ങനെ തന്റെ ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി സർ മാറ്റ് ബസ്ബി 1969
മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജർ പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്തു. നൗ 1945 തൊട്ട് 1969 വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആകെ ഒറ്റ മാനേജർ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1969 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽഫ് മക്കിന്നസിനെ അപ്പോയിന്റ് ചെയ്തു. 1971 ആയപ്പോഴോ ഫ്രാങ്ക് ഒ ഫാറൽ, 1972 ആയപ്പോ ഇത് ടോബി ഡൊക്കേർട്ടിയായി. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് 1974 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റെലഗേറ്റഡ് ആയി. റൈവൽസ് ആയ ലിവർപൂൾ ആയിരുന്നു ഈ സമയത്ത് ചാമ്പ്യൻസ് ലീഗും ലീഗ് ടൈറ്റിലൊക്കെ ജയിച്ചുകൊണ്ടിരുന്നത്. 1982 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റോൺ ആറ്റ്കിൻസൺ എന്ന മാനേജറിനെ അപ്പോയിന്റ് ചെയ്തു. ആറ്റ്കിൻസന്റെ അടിയിൽ യുണൈറ്റഡ് 83-ലെയും 85-ലെയും FA കപ്പ് വിന്നേഴ്സ് ആയി. 1986 സീസണിലെ മോശം സ്റ്റാർട്ട് കാരണം ആറ്റ്കിൻസനെ നവംബർ ആയപ്പോ യുണൈറ്റഡ് സാക്ക് ചെയ്തു. പുതിയ മാനേജർ ആരായിരിക്കും എന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് യുണൈറ്റഡ് ഒരു സ്കോട്ടിഷ് മാനേജറിനെ കുറിച്ച് കേൾക്കുന്നത്. സ്കോട്ടിഷ് ഫുട്ബോളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആകെ രണ്ട് ക്ലബ്സ് മാത്രമാണ് സ്കോട്ടിഷ് ലീഗ് ജയിക്കാറ്, സെൽറ്റിക്കും റേഞ്ചേഴ്സും. പക്ഷെ ഈ മാനേജർ സെൽറ്റിക്കിന്റെയും റേഞ്ചേഴ്സിന്റെയും ഡോമിനൻസ് ബ്രേക്ക് ചെയ്ത് അബർഡീനെ വെച്ച് 3 പ്രാവശ്യം സ്കോട്ടിഷ് ചാമ്പ്യൻസ് ആയി. യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പും ജയിച്ചു. ഈ കപ്പ് ജയിക്കാൻ അബർഡീൻ ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക്കിനെ നോക്കൌട്ട് ചെയ്തു. ആൻഡ് ഫൈനലിൽ അബർഡീൻ തോൽപ്പിച്ച ടീമോ റയൽ മഡ്രിഡ്. റയൽ ഏറ്റവും അവസാനമായി തോറ്റ യൂറോപ്യൻ ഫൈനൽ ഇതായിരുന്നു. ഇതൊക്കെ കണ്ട് ഇംപ്രസ്ഡ് ആയി യുണൈറ്റഡ് 1986 നവംബർ 6 ആ മാനേജറിനെ ഒഫീഷ്യലി അപ്പോയിന്റ് ചെയ്തു. ആ മാനേജറായിരുന്നു അലക്സ് ഫെർഗ്യൂസൺ. ആൻഡ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അലക്സ് ഫെർഗ്യൂസൺ സർ അലക്സ് ഫെർഗ്യൂസൺ ആവും. ഇത് എങ്ങനെയെന്ന് സെക്കൻഡ് പാർട്ടിൽ